വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തും അല്ലാതെയും ആളുകൾ ശബരിമലയിൽ എത്തുന്നുണ്ട്. ഇവർക്കൊന്നും വരി നിൽക്കാതെ അല്ലെങ്കിൽ കൂടുതൽ നേരം നിൽക്കാതെ അയ്യപ്പനെ കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. 1 ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് പ്രതിദിനം ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒന്നും ഒരുക്കി നൽകിയിട്ടില്ല. 18-ാം പടിക്ക് താഴെയും വലിയ നടപ്പന്തലിലും അപ്പാച്ചിമേട്ടിലും ശരംകുത്തിയിലും അടക്കം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ തിരക്കിൽ ഭക്തർ വഴിതെറ്റി പോകുന്നതും കുഴഞ്ഞു വീഴുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. ആവശ്യമായ മുൻകരുതലുകളും മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിൽ തിരക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. പോലീസുകാരുടെ പരിചയക്കുറവും തിരക്ക് വർദ്ധിക്കുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. ഒരു മിനിറ്റിൽ ഏകദേശം 80-നും 85-നും ഇടയിൽ അയ്യപ്പ ഭക്തരായിരുന്നു കഴിഞ്ഞ സമയങ്ങളിലെല്ലാം 18-ാം പടി കയറിയത്. എന്നാൽ ഇപ്പോൾ അത്ര വേഗത്തിൽ 18-ാം പടി കയറ്റാൻ കഴിയുന്നില്ല. 18-ാം പടിക്ക് ഇരുവശവും നിൽക്കുന്ന പോലീസുകാരുടെ പരിചയക്കുറവ് ഇതിനൊരു കാരണമായി മാറുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനത്തെ ഇത് തിരക്കുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഉയരുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ മാത്രമല്ല ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും സർക്കാർ പരാജയമായി മാറിയിട്ടുണ്ട്.